വെൽക്കം ബാക്ക് ടു NKL എഡിറ്റ്സ്. സോ ഗൈസ്, അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ പ്രിവ്യൂ കണ്ടതുപോലെ ആ ഒരു കിഡിലൻ മൂവ്മെൻറ്റ്, അതായത് ആ ഒരു കിഡിലൻ ട്രാൻസിഷൻ എങ്ങനെ വളരെ സിമ്പിളായിട്ട് ആ ലൈറ്റ് മോഷനിൽ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ സ്റ്റെപ്സും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ഈ വീഡിയോ മുഴുവനായി സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. സോ ഗൈസ്, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഞാനിവിടെ ലൈറ്റ് മോഷൻ ഓപ്പൺ ചെയ്യുക, പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഒരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യുക. ഞാൻ ഇപ്പോൾ 1:1 റേഷ്യോയിലാണ് എടുക്കുന്നത്. ശേഷം ക്രിയേറ്റ് പ്രൊജക്റ്റ് കൊടുക്കുക. ദെൻ നമ്മൾ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. മീഡിയയിൽ വന്ന ശേഷം നമ്മൾ ഒരു 4 ഫോട്ടോസ്, ഇപ്പോൾ ഞാൻ 4 ഫോട്ടോസാണ് എടുക്കുന്നത് ആ ഒരു ട്രാൻസിഷൻ വേണ്ടിയിട്ട്. അപ്പോൾ 4 ഫോട്ടോസ് ഒന്ന് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ 4 ഫോട്ടോസ് ആഡ് ചെയ്ത് കൊടുത്ത ശേഷം നമ്മൾ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ഒരു റെക്റ്റാങ്കിൾ ആഡ് ചെയ്യുക. ശേഷം നമ്മൾ ഈ 3 ഡോട്ടിലൊന്ന് ഫിൽ സ്ക്രീൻ ചെയ്ത് കൊടുക്കുക, ജസ്റ്റ് ഒന്ന് സ്കെയിൽ ചെയ്ത് കൊടുക്കുക ആ ഒരു റെക്റ്റാങ്കിൾ ഒന്ന്. ദെൻ നമ്മൾ ആ ഒരു വീഡിയോ ഒരു എൻഡ് വരെ ഉണ്ടെന്ന് ഉറപ്പുവരുത്തിയ ശേഷം ആ ഒരു റെക്റ്റാങ്കിളിൻ്റെ 4 ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക. ഓക്കെ, ഇതേപോലെ 4 ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക ലെയർ. എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു റെക്റ്റാങ്കിളും ആ ഒരു ഫോട്ടോ, അതായത് ഓരോ റെക്റ്റാങ്കിൾ വീതം ഓരോ ഫോട്ടോക്ക് ഗ്രൂപ്പ് ആൻഡ് മാസ്ക് ചെയ്യുക. ഓക്കെ, ഇതാ ഈ ഒരു രീതിക്ക് നിങ്ങൾ ഗ്രൂപ്പ് ആൻഡ് മാസ്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതായത് ഇപ്പം ഒന്നാമത്തെ ഫോട്ടോ ഒന്നാമത്തെ ലെയർ ഗ്രൂപ്പ് ആൻഡ് മാസ്ക്, ദെൻ രണ്ടാമത്തെ റെക്റ്റാങ്കിൾ രണ്ടാമത്തെ ഫോട്ടോ, ഇതേപോലെ കറക്റ്റ് ഓർഡറിൽ ഗ്രൂപ്പ് ആൻഡ് മാസ്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇതേപോലെ ഗ്രൂപ്പ് ആൻഡ് മാസ്ക് ചെയ്ത് കൊടുക്കുക 4 ലെയർ. ദെൻ നമ്മൾ ആദ്യത്തെ ആ ഒരു 3 ലെയർ ഓഫാക്കി ഇടുക, ഗ്രൂപ്പ് ആൻഡ് മാസ്ക് 1 മാത്രം ഓൺ ചെയ്തിടുക. ഇവിടെ വന്ന് നമ്മൾ ആ ഒരു ലെയർ സെലക്ട് ചെയ്യുക, എഫക്ട്സ്, ആഡ് എഫക്ട്സ്. ഇതിൽ നമ്മൾ 3Dയിൽ ഹോളോ ബോക്സ് സെലക്ട് ചെയ്യുക. ഹോളോ ബോക്സ് എഫക്റ്റാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇതിലാണ് നമ്മളിനി ചേഞ്ചസും കാര്യങ്ങളൊക്കെ വരുത്തേണ്ടത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ ഇവിടെ ഏറ്റവും താഴേക്ക് വരിക, അവിടെ നമുക്ക് ഈ ഒരു ഓപ്ഷൻ ഉണ്ടാവും പ്രിസിഷൻ, അത് നമ്മൾ ഫുള്ളാക്കി കൊടുക്കുക, 200ലേക്ക് സെറ്റ് ചെയ്യുക. ദെൻ നമ്മൾ മുകളിലേക്ക് വരുമ്പോൾ നമുക്കിവിടെ ഷെയ്ഡിങ് ഉണ്ടാവും, അത് ഫ്ലാറ്റ് ആക്കി കൊടുക്കുക ഇതേപോലെ. ദെൻ നമ്മൾ മുകളിലേക്ക് വരിക, ഇവിടെ നമുക്ക് സ്കെയിലിൻ്റെ ഓപ്ഷൻ ഉണ്ട്. സ്കെയിലിൻ്റെ ഓപ്ഷൻ വന്ന് നമ്മൾ 1.70ലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ അത് കറക്റ്റായി സെറ്റ് ചെയ്ത് കൊടുത്ത ശേഷം നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ ബാക്ക് വന്നിട്ട് കുറച്ച് ബീറ്റ് മാർക്ക് ചെയ്യുക. 0.15, ദെൻ 1.15, ദെൻ എൻഡിൽ 2ൽ ഇതേപോലെ കീ ഫ്രെയിംസ് ബീറ്റ് മാർക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്ന് നമ്മളെന്ത് ചെയ്യേണ്ടത് വെച്ചാൽ ഇവിടെ താഴെയായിട്ട് വരിക, സ്കെയിൽ ടൂളിലേക്ക് വരിക, സ്കെയിൽ ഓപ്ഷനിലേക്ക് വരിക. സ്കെയിൽ ഓപ്ഷനിൽ നമ്മൾ 2 കീ ഫ്രെയിംസ് ആഡ് ചെയ്യണം, 0.15ലും 0ലും. ഇതിൽ 0യിലെ വാല്യൂ 0 ആക്കി കൊടുക്കുക. അത് ഫസ്റ്റ് കീ ഫ്രെയിമിൻ്റെ വാല്യൂ 0 സെറ്റ് ചെയ്തിട്ട് നമ്മൾ ഫസ്റ്റിലേക്ക് സെറ്റ് ചെയ്യുക. ദെൻ നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു കർവ് ഇവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഈ ഒരു കർവാണ് യൂസ് ചെയ്യുന്നത്. ദെൻ ഈ ഒരു കർവ് നമ്മൾ കോപ്പി ചെയ്തും കൂടെ എടുക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും സെറ്റ് ചെയ്ത ശേഷം നമുക്കിനി ഇവിടെ താഴെ കുറച്ച് ഓപ്ഷൻസ് കൊടുക്കേണ്ട, അതായത് ഫ്രണ്ട് സൈഡ് ബാക്ക് സൈഡ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. ഇതിൽ ഫ്രണ്ട് സൈഡ് നോർമലാക്കി ഇടാം, ബാക്കിയൊക്കെ ഹൈഡ് ചെയ്യുക. അതായത് ടോപ്പ് സൈഡ്, അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡ്, റൈറ്റ് സൈഡ്, ഇങ്ങനെ ഓരോ സൈഡ് ഉണ്ടാവും. ഈ എല്ലാ സൈഡും ഹിഡൺ ആക്കിയിടുക. ഈ ഒരു ഇവിടെ ടാപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഓപ്ഷൻ കിട്ടും, അത് ഹിഡൺ ആക്കിയിടുക. ഓക്കെ, ഇവിടെ ഫ്രണ്ട് സൈഡ് മാത്രം നോർമൽ, ബാക്കിയെല്ലാം ഹിഡൺ. ഓക്കെ, അതായത് ഗ്രൂപ്പ് ആൻഡ് മാസ്ക് 1ൽ കാര്യമാണ് പറയുന്നത്. ഓക്കെ, ദെൻ നമ്മൾ ഓറിയൻറ്റേഷനിലേക്ക് വരിക. ഓറിയൻറ്റേഷനിൽ നമ്മൾ കീ ഫ്രെയിംസ് ആഡ് ചെയ്യണം. ഫസ്റ്റ് ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യുക, ദെൻ നമ്മൾ സെൻറ്ററിലായിട്ട് അടുത്തൊരു കീ ഫ്രെയിം, ദെൻ ഏറ്റവും എൻഡിലായിട്ട് അടുത്തൊരു കീ ഫ്രെയിം. ഈ ഒരു രീതിക്കാണ് ഓറിയൻറ്റേഷനിൽ നമ്മൾ കീ ഫ്രെയിംസ് വരുന്നത്. ഇതിൽ സെൻറ്ററിലെ കീ ഫ്രെയിമിൻ്റെ വാല്യൂ നമുക്ക് ഫസ്റ്റ് സെറ്റ് ചെയ്യാം. ഫസ്റ്റിലെ കീ ഫ്രെയിമിൻ്റെ വാല്യൂ 0 തന്നെയാണ്. ദെൻ സെൻറ്ററിലെ കീ ഫ്രെയിമിൻ്റെ വാല്യൂ നമ്മൾ 90 ആക്കി കൊടുക്കുക. ബീറ്റയുടെ വാല്യൂ ആണ് നമ്മൾ ചേഞ്ച് ചെയ്യുന്നത്. ബീറ്റയുടെ വാല്യൂ നമ്മൾ കറക്റ്റ് 90ലേക്ക് സെറ്റ് ചെയ്യാം. ഓക്കെ, ഇതേപോലെ സെറ്റ് ചെയ്ത ശേഷം നമ്മളിവിടെ വന്ന് ഇതിൻ്റെ സെൻറ്ററിലായിട്ട് ഈ ഒരു 4th കർവ് അപ്ലൈ ചെയ്യുക. ഈ ഒരു 4th കർവ് നമ്മൾ കോപ്പി ചെയ്തെടുക്കുക. ദെൻ നമ്മൾ ഇവിടെ എൻഡിലായിട്ടുള്ള കീ ഫ്രെയിമിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 0 തന്നെയാണ്. ഓക്കെ, ഇവിടെ എൻഡിലെ കീ ഫ്രെയിമിൻ്റെ വാല്യൂ പറഞ്ഞാൽ നമ്മൾ കുറച്ച് കൊടുക്കുകയാണ്. അതിൻ്റെ വാല്യൂ വന്ന് നമ്മളൊരു 1ലേക്കൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇതേപോലെ 1ലേക്കൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്ത ശേഷം ഇത് എൻഡിലേക്ക് സെറ്റ് ചെയ്യുക. ദെൻ നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ നേരത്തെ കോപ്പി ചെയ്ത ആ ഒരു കർവ് വന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ റൊട്ടേഷനാണ് കൊടുക്കേണ്ടത്. ഈ ഒരു ലെയറിൽ നമ്മൾ റൊട്ടേഷൻ കൊടുക്കണം. അപ്പോൾ റൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ റൊട്ടേഷൻ്റെ കീ ഫ്രെയിം വന്ന് നമ്മൾ 0.15ലും അതുപോലെ തന്നെ 1.15ലും ഈ 2 സ്ഥലത്താണ് നമ്മൾ റൊട്ടേഷൻ കൊടുക്കേണ്ടത്. അത് മീൻസ് കീ ഫ്രെയിംസ് വരുന്നത്. അവിടെ വന്ന് നമ്മുടെ വൈയുടെ വാല്യൂ ആണ് നമ്മൾ ചേഞ്ച് ചെയ്യുന്നത്. വൈയുടെ വാല്യൂ വന്ന് നമ്മൾ -90ലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഈ ഒരു വാല്യൂ നിങ്ങൾ കറക്റ്റായിട്ട്
നോട്ട് ചെയ്യുക, -90ലേക്ക് സെറ്റ് ചെയ്യുക. ദെൻ ഇവിടെയും വന്ന് നമ്മൾ ആ ഒരു കർവ് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഈ ഒരു കർവാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ക്ലിപ്പിൻ്റെ ആ ഒരു കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഞാനിതിപ്പോൾ പ്ലേ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ ഈ ഒരു രീതിക്ക് വരും. ദെൻ ഈ ഒരു സൈഡിലേക്ക്, ദെൻ ഈ ഒരു സൈഡിലേക്ക്, ആ ഒരു രീതിക്കായിരിക്കും വരിക. ഇവിടെ നിങ്ങൾക്ക് കുറച്ച് തിക്നെസ് തോന്നുന്നുണ്ടെങ്കിൽ നമ്മളിവിടെ തിക്നെസ്സിലേക്ക് വരിക. ഈ ഒരു ഓപ്ഷനിൽ തിക്നെസ്സിലേക്ക് വന്ന് 5 ഉണ്ടാവും. അത് നമ്മളൊന്ന് 0.1 സെറ്റ് ചെയ്ത് കൊടുക്കുക. അത് ചില വേർഷനിൽ മാത്രമാണ് ഈ ഒരു പ്രശ്നം വരുന്നത്, ചില വേർഷനിൽ ഈ ഒരു പ്രശ്നമില്ല. ഓക്കെ, അപ്പോൾ നമുക്കിത് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടാവും ഇപ്പോൾ. ഓക്കെ, അപ്പോൾ ഫസ്റ്റിലെ ലെയറിൻ്റെ റൊട്ടേഷൻ നമ്മൾ കറക്റ്റായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു എഫക്റ്റ് തന്നെ കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് അറേഞ്ച് ചെയ്യേണ്ടതേ ഉള്ളൂ. അതിനുവേണ്ടി നമ്മൾ സെക്കൻഡ് ലെയർ ഓപ്പൺ ചെയ്യുക. നമ്മൾ ഇവിടെ വന്ന് ഈ ഒരു എഫക്റ്റ് കോപ്പി ചെയ്തിട്ട് നമ്മൾ സെക്കൻഡ് ലെയർ മുകളിലേക്ക് കൊണ്ടുവരിക. ഇവിടെ വന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിൽ നമുക്ക് കുറച്ച് മാറ്റങ്ങൾ വരുത്താനുണ്ട്. അതായത് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ സ്കെയിലിലേക്ക് വരിക. ഓക്കെ, ഇതേപോലെ സ്കെയിലിലേക്ക് വന്ന ശേഷം സ്കെയിലിൻ്റെ കീ ഫ്രെയിംസ് വന്ന് ഇപ്പം 0-ലും 0.15 ഉണ്ടാവും. അത് നമ്മൾ വന്ന് 1 സെറ്റ് ചെയ്യുക. ദെൻ അവിടെ വന്ന് നമ്മൾ നേരത്തെ കോപ്പി ചെയ്ത ആ ഒരു 4th കർവ് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഫസ്റ്റ് ചേഞ്ച്. ഇതെന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ ഫ്രണ്ട് സൈഡ് നമ്മൾ ഹിഡൻ ആക്കിയിടുക. ഇവിടെ നമ്മൾ റൈറ്റ് സൈഡാണ് നോർമൽ ആക്കേണ്ടത്. റൈറ്റ് സൈഡ് നോർമൽ ആക്കിയിടുക. ഓക്കെ, ഇതേപോലെ കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് കൊടുത്ത ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ബാക്ക് വരിക. ഓക്കെ, കർവും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിടുക. ഇവിടെ 4th കർവാണ്, മറക്കരുത്. അപ്പോൾ നമ്മളത് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ ഒരു ലെയർ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. ഇതേപോലെ ഓവർലാപ്പായിട്ട് വരുന്നതുകൊണ്ട് തന്നെ നമ്മൾ 0.15 വെച്ച് ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കുക. ദെൻ ആ ഒരു ലെയർ ഇതേപോലെ താഴെയായിട്ട് സെറ്റ് ചെയ്യുക. ഗ്രൂപ്പ് 1ൻ്റെ താഴെയായിട്ട് ഇതേപോലെ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ എന്ത് ചെയ്യുക, അടുത്ത ലെയർ, 3ാമത്തെ ലെയർ ഓപ്പൺ ചെയ്യുക. അതിൽ വന്ന് നമ്മൾ നേരത്തെ കോപ്പി ചെയ്ത ഒരു എഫക്റ്റ് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇവിടെ 3ാമത്തേൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ കുറച്ച് ചേഞ്ചസ് മാത്രമേ വരുത്താനുള്ളൂ. അത് പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ സ്കെയിലിലേക്ക് പോവുക. ഈ ഒരു സ്കെയിൽ ബട്ടൺ ടാപ്പ് ചെയ്ത ശേഷം നമ്മളിതിൻ്റെ കീ ഫ്രെയിംസ് പറഞ്ഞാൽ 2ാമത്തെ കീ ഫ്രെയിം വന്ന് 1.15-ലും ആദ്യത്തെ കീ ഫ്രെയിം വന്ന് 0.15-ലും ഇതേപോലെ സെറ്റ് ചെയ്ത് കൊടുത്ത ശേഷം ഇതിൻ്റെ സെൻറ്ററിലും നമ്മൾ 4th കർവ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ദെൻ നമ്മളിവിടെ താഴേക്ക് വന്നാൽ ഫ്രണ്ട് സൈഡ് ഹിഡൻ ആക്കി കൊടുക്കുക. ഇവിടെ വന്ന് നമ്മൾ ബാക്ക് സൈഡാണ് നോർമൽ ആക്കുന്നത്. നമ്മൾ താഴേക്ക് സ്ക്രോൾ ചെയ്താൽ നമുക്കിവിടെ ബാക്ക് സൈഡ് ഉണ്ടാവും. അത് വന്ന് നമ്മൾ നോർമലൈസ് ചെയ്ത് കൊടുക്കുക, നോർമലാക്കി കൊടുക്കുക. ബാക്കിയൊക്കെ ഹിഡൻ ആണ്. ഓക്കെ, അപ്പോൾ കർവും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ബാക്ക് വരിക. അപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മളിതിപ്പോൾ ഏറ്റവും ടോപ്പിലേക്കായി കൊണ്ടുപോവുക. ഇവിടെയും നമുക്ക് ആ ഒരു ഓവർലാപ്പ് ഫീൽ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, സെൻറ്ററിൽ വെച്ച് ഇത് കട്ട് ചെയ്ത് കൊടുക്കുക. ഈ ഒരു ലെയർ ഈ ഒരു രീതിക്കാണ് ഈ ക്ലിപ്പ് അറേഞ്ച്മെൻറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ഇത് നമ്മൾ എന്ത് ചെയ്യുക, 4ാമത്തെ ലെയർ മുകളിലേക്ക് എടുക്കുക. ഇവിടെയും വന്ന് നമ്മൾ നമ്മൾ നേരത്തെ കോപ്പി ചെയ്ത ആ ഒരു എഫക്റ്റ് ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇവിടെ വന്ന് പറഞ്ഞാൽ നമ്മൾ സ്കെയിൽ ടൂളിലേക്ക് വരിക. സ്കെയിൽ ഓപ്ഷനിലേക്ക് വരിക. ഇവിടെ വന്ന് നമ്മൾ ഈ ഒരു കീ ഫ്രെയിം എൻഡിലായിട്ടും ഈ ഒരു കീ ഫ്രെയിം ഇവിടെ സെൻറ്ററിലായിട്ടും സെറ്റ് ചെയ്യുക. ഓക്കെ, ഈ ഒരു രീതിക്കാണ് നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്. ഇവിടെയും വന്ന് നമ്മൾ 4th കർവ് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ദെൻ ഇവിടെ വന്ന് നമ്മൾ ഫ്രണ്ട് സൈഡ് ഹിഡൻ ആക്കി കൊടുക്കുക. ഇവിടെ വന്ന് നമ്മൾ ലെഫ്റ്റ് സൈഡാണ് നോർമൽ ആക്കേണ്ടത്. താഴേക്ക് സ്ക്രോൾ ചെയ്താൽ ലെഫ്റ്റ് സൈഡ് നോർമലാക്കി കൊടുക്കുക. ദെൻ ഇതേപോലെ സെറ്റ് ചെയ്ത് കൊടുക്കുക. ദെൻ ഇത് പറഞ്ഞാൽ നമ്മൾ ഇവിടെ വെച്ചാണ് കട്ട് ചെയ്യേണ്ടത്. 1.15 വെച്ച് കട്ട് ചെയ്ത് കൊടുക്കുക. ദെൻ ആ ഒരു ലെയർ വന്ന് താഴേക്ക് സെറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് പ്ലേ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടാവും. ഈ ഒരു രീതിക്ക് കറക്റ്റായിട്ട് അതിൻ്റെ ഒരു ആനിമേഷനും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ നിങ്ങൾക്ക് ഇനി ഇതിലേക്ക് അഡീഷണൽ എഫക്ട്സും കാര്യങ്ങളും ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഒരു റെക്റ്റാങ്കിൾ ആഡ് ചെയ്യുക. ദെൻ നമ്മളത് ഫിൽ സ്ക്രീൻ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഇതേപോലെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ദെൻ ഈ ഒരു റെക്റ്റാങ്കിൾ ഒരു ക്ലിപ്പിൻ്റെ എൻഡ് വരെ ഉണ്ട് ഉറപ്പുവരുത്തിയ ശേഷം നമ്മൾ ഈ ഒരു എല്ലാ ലെയറും സെലക്ട് ചെയ്ത് ഗ്രൂപ്പ് ആൻഡ് മാസ്ക് ചെയ്യുക. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് ഷെയ്ക്കോ, അതായത് മീൻസ് ഓരോ ഇത് വരുന്നതനുസരിച്ച് ഷെയ്ക്കും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെയറിലാണ് അതൊക്കെ ആഡ് ചെയ്യേണ്ടത്. അത് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് നിങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഇനി ഇതേപോലുള്ള ഏറ്റവും വീഡിയോസ് ലഭിക്കാണ്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്.